നമസ്കാരം. തെക്കോടക്കിലേക്ക് സ്വാഗതം. ഇത് ഇലക്ഷൻ സ്പെഷ്യലാണ്. ശ്രീ ദാമോദർ പ്രസാദുമായിട്ട് ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഒരു തരം പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഞാൻ ടെലിവിഷനിൽ കാണുന്നത് ദാമോദർ ഒരു വാഗ്വാദമാണ്. ത്രെഡ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ ഭീഷണിപ്പെടുത്തണം, നിങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഈ ഡീലാണ്, അതാണ്. അതിനിടയിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പല വാചകങ്ങളും പല ഔട്ട്ബേസ്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് കൊല്ലത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം അല്ല, 1 പ്രാവശ്യം പബ്ലിക് മീറ്റിങ്ങിലും അദ്ദേഹത്തിൻ്റെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്ഷമ പോയി. അദ്ദേഹം ചില വാചകങ്ങൾ ഉപയോഗിച്ചു. അതേപോലെ എന്താണ് കാണിക്കുന്നത്? നമ്മളുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ്, പഴയ സ്റ്റാൻഡേർഡുകളൊക്കെ മാറി ഒരു സ്റ്റാൻഡേർഡും ഇല്ലാതെ എന്തുമാകാം ഫ്രീ ഫോർ ഓൾ ലെവലിലേക്ക് പോകുന്നുണ്ടോ? തെരഞ്ഞെടുപ്പാണ് സമയത്ത് രാഷ്ട്രീയം ചൂടുപിടിക്കുന്നതനുസരിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ സംഭാഷണ രീതിയിലൊക്കെ മാറ്റം ഉണ്ടാവും. ഇന്ന് വിഷ്വൽ മീഡിയയുടെ കാലത്തും ഉടനടി തന്നെ അവർ എവിടെയാണോ അവർ സംസാരിക്കുന്നത് അവിടെ ക്യാമറയും എല്ലാവരുടെയും മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ തന്നെ അത് പകർത്തി അത് വൈറലാക്കാൻ പറ്റുന്നത് കൊണ്ട് ഇവർ പറയുന്ന പല കാര്യങ്ങളും ജനങ്ങൾ തത്സമയം തന്നെ കേൾക്കാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ക്യാമറയും അതുപോലെ തന്നെ മൊബൈൽ ക്യാമറ ഇല്ലാത്ത കാലത്ത് നമ്മുടെ പല നേതാക്കളും ഇതുപോലെ തന്നെ അസഭ്യങ്ങളും അസംബന്ധങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ അതൊന്നും നമുക്കന്ന് അച്ചടിച്ച് വരാനോ അല്ലെങ്കിൽ ആ കാര്യം പകർത്താനൊന്നും ആൾക്കാരുടെ അടുത്തില്ല. അപ്പോൾ അത് നിഷേധിക്കാൻ അവർക്ക് സമയം ഉണ്ടായിരുന്നു. കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. കാരണം അതിന് റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, അത് എവിടെയും റെക്കോർഡ് ചെയ്തില്ലെന്നുകൊണ്ട്. പക്ഷേ ഞാൻ കേരള തെരഞ്ഞെടുപ്പ് ഇങ്ങനെ തന്നെയാണ് ഒരു കാര്യം പറയാതിരിക്കുകയാണ് സാർ. കേരള തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഈ പറഞ്ഞ അഭിപ്രായം ഇതുപോലുള്ള ചൂട് വളരെ എന്താ പറയുക, അതിൻ്റെ ചൂടേറിയിട്ട് വളരെ ഇതുപോലുള്ള ഭാഷയിലേക്ക് മാറുമ്പോഴും ദേശീയ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ആൾക്കാർ വർഗീയ ക്യാമ്പയിനിലേക്ക് പോകാറുണ്ട് പലപ്പോഴും. വളരെ ഈ ന്യൂനപക്ഷ സമുദായത്തെക്കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട ഭാഷ സംസാരിക്കുന്ന ഘട്ടം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേരളം സംഭവിക്കുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവം കേരളത്തിലുണ്ടായി. ബി ഗോപാലകൃഷ്ണ ഭാഗത്ത് നിന്ന് ഗുരുവായൂർ മണ്ഡലത്തിൽ ഹിന്ദു ഒരു MLA വേണമെന്ന് പറയുന്നത് ഇന്നലെ ഹൈക്കോടതി തന്നെ ചോദിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്ന് അതിൻ്റെ പുറത്ത് നടപടി എടുത്തു ചോദിച്ചു. കാരണം കേരളത്തിലൊക്കെ ഒരു അസാധാരണമായ കാര്യമാണ് ഇതൊക്കെ. ഈ വാഗ്വാദങ്ങൾ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസമാണ്, രൂക്ഷ അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ വർഗീയമായ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗുരുവായൂർ അമ്പലോട് നിൽക്കുന്ന ഗുരുവായൂർ മണ്ഡലം വിസ്തൃതമായൊരു മണ്ഡലമാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളില് ആ ഒരു പ്രത്യേക ഗുരുവായൂർ അമ്പലത്തിന്റെ നാലമ്പലത്തിന്റെ അകത്തുള്ള ആളെല്ലാം തിരഞ്ഞെടുക്കുന്നത്. ഗുരുവായൂർ എന്ന മണ്ഡലത്തിന്റെ പേരാണ്. ആ മണ്ഡലം വിസ്തൃതമായൊരു മണ്ഡലമാണ്. ചാവക്കാട് പല പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലമാണ്. അവിടെ ഒരു ഹിന്ദു കാൻഡിഡേറ്റ് വേണമെന്നൊക്കെ നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ചുള്ള ഏറ്റവും എന്താ പറയുക, ഏറ്റവും അധമമായിട്ടുള്ള ഒരു ചിന്തയിലേക്കാണ് അത് നമ്മൾ എത്തിച്ചത്. അപ്പോൾ തന്നെ അതിനുള്ള ഒരു പ്രതികാരം ഉണ്ടായി. UDF-ഉം LDF-ഉം അതുപോലെ പ്രതികരിച്ചു, നമ്മുടെ മാധ്യമങ്ങളും പ്രതികരിച്ചു, അങ്ങനെ പോസിറ്റീവായി. പക്ഷേ സാറ് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ബഹുമാനോട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ചില പരാമർശങ്ങളാണ് ഇപ്പോൾ അത് ഒട്ടും ഒരു ആരോഗ്യകരമായിട്ടൊരു വ്യവഹാരത്തിന് നല്ലതല്ല നമുക്ക് തോന്നിയത്. അതൊന്നാമതായിട്ട് പണ്ട് സാർ സൂചിപ്പിച്ച പോലെ തന്നെ കൊല്ലത്ത് പ്രേമേന്ദ്രൻ NK പ്രേമേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് അപ്പുറത്ത് MAV പോലുള്ള കാൻഡിഡേറ്റ് ആയിരുന്നു. MAVക്ക് ഒരു വിന്നബിൾ ചാൻസ് ഉണ്ടായിരുന്നു. കാര്യം അതേ കുണ്ടറയിലുള്ള MLA ആണ്. കൊല്ലത്തൊരു സാധ്യത, ആ സാധ്യത പോലും അടച്ചു കളയുന്ന വിധത്തിലാണ്. അതൊരിക്കലും പിന്നീട് അദ്ദേഹം CPM പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം, പിണറായി പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം ഒരുപക്ഷെ വിലയിരുത്തപ്പെടാതെ പോയ കാര്യമാണ് പരനാറി പ്രയോഗം എന്നുള്ളത്. ഇലക്ഷനിൽ ഡെവസ്റ്റേറ്റിംഗ് ആയിരുന്നു. അത് പ്രേമേന്ദ്രൻ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. MAVയെ പോലെ നേതാവിന്റെ തോൽവിക്ക് അതൊരു കാരണമായിരുന്നൊരു വസ്തുതയാണ്. പക്ഷെ അത് ചർച്ച ചെയ്യാൻ മടിക്കാനുള്ള കാരണം അദ്ദേഹത്തിനായിരുന്നു പാർട്ടിയുടെ നിയന്ത്രണം, പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട്. അതേപോലെ തന്നെ G. സുധാകരനെ ബന്ധപ്പെട്ടുണ്ടായിരുന്ന കാര്യം, G. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയി UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF-ന്റെ പിന്തുണ വാങ്ങുന്നത് വിമർശിക്കപ്പെടേണ്ടതാണ്. വിമർശിക്കുക, രാഷ്ട്രീയമായിട്ട് വിമർശിക്കുക. കാരണം ഇത്രയും കാലം 60-60 കൊല്ലം CPM-ന്റെ കൂടെ നിൽക്കുകയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ തന്നെ മന്ത്രിസഭയിൽ അംഗമായിട്ട് ഇലക്ഷൻ സമയത്ത് അദ്ദേഹം മറ്റു പാളയത്തിൽ പോയി മത്സരിക്കുന്നത് വിമർശിക്കപ്പെടാം. അതിന് CPM-ന്റെ പദാവലികളുണ്ട്, വർഗവഞ്ചകൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് നിന്ദിക്കാൻ വേണ്ടി ചെറ്റത്തരം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ അത് ആ പരാമർശം ഒരു സാമൂഹ്യമായിട്ടുള്ള കീഴാള വിരുദ്ധ പരാമർശമാണ് പലരും ചൂണ്ടിക്കാണിച്ചു. ഇന്നും അതിനെക്കുറിച്ചുള്ള ധാരാളം ലേഖനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് അങ്ങനെ പ്രശ്നമുണ്ട്. കാര്യം ചെറ്റത്തരം എന്നുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ ഇന്നത്തെ കാലത്ത്, അത് 1970-കളൊക്കെ അറിയുമ്പോൾ മുഖ്യമന്ത്രി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലത്തൊന്നും ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ 21ാം നൂറ്റാണ്ടിൽ പുതിയ മാറിയ കാലത്തിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രി പ്രായക്കാരും പഴികൾക്ക് 18 വയസ്സ് അയാൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ഇന്നൊരു മാറിയ ലോക സാഹചര്യത്തിൽ, മാറിയ ഭാഷാ സാഹചര്യത്തിൽ, മാറിയ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പുതിയ കാഴ്ചപ്പാടുന്ന സാഹചര്യത്തിൽ ഇത്തരം വാക്കുകൾ വർജ്യമാണ് ഉപയോഗിക്കാറില്ല. പക്ഷെ അത്ഭുതകരമായ കാര്യം, മുഖ്യമന്ത്രി ഈ വാക്ക് പറഞ്ഞു തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം.
അത് ഒരാൾക്ക് അറിയാതെ പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തിരുത്താം. അങ്ങനെ പല ആൾക്കാരും തിരുത്തും. പക്ഷെ മുഖ്യമന്ത്രി തിരുത്താൻ ആയില്ലെന്ന് മാത്രമല്ല, താൻ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വിശദീകരണം നൽകുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ അകത്തുള്ള കീഴാള വിരുദ്ധത, അതിൻ്റെ അകത്തുള്ള സാംസ്കാരികമായ പ്രതിലോമാവസ്ഥ ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ തിരിച്ചറിവില്ലായ്മ പക്ഷേ ഞാൻ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രായത്തിനെയും കൂടി കാരണമായിരിക്കും. അദ്ദേഹം രാഷ്ട്രീയ ഞാൻ കേട്ടത് അതുകൊണ്ടൊക്കെ അല്ലേ. ഞാൻ ഈയിടെ ഒരു ഡൽഹിയിൽ കേട്ടു, പ്രകാശ് കാരാട്ട് പേഴ്സണലി പറയാറുണ്ട്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു നേട്ടം അദ്ദേഹം കൈവരിച്ചത് 75-ാം വയസ്സിൽ നേതാക്കന്മാർ റിട്ടയർ ചെയ്യണം എന്നുള്ള ഒരു പോളിസി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനെ എനിക്ക് തോന്നുന്ന പല കാര്യത്തിലും താങ്കൾ പറയുന്നത് കേട്ടാൽ അതിനെ സാധൂകരിക്കുന്ന ഒരു ചില സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതായത് 75 കഴിയുന്നവരെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ജെൻ സി ആയിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷൻ, അവരുടെ ഭാഷ, അവരുടെ മെന്റാലിറ്റി, ഇന്ന് കേരളത്തിൽ ആരും ആ ഭാഷ ചെറ്റത്തരം എന്നുള്ളത് ഉപയോഗിക്കാറില്ല. ചെറ്റകളില്ല എന്ന് തന്നെ പറയാം കേരളത്തിലല്ലോ. നമ്മളാരിപ്പം ചെറ്റ കാണാറില്ല, ചെറ്റപ്പുര കാണാറില്ല. അപ്പം ആ ഒരു സംഗതി എനിക്കിതാണ് ഓർമ്മ വരുന്നത്. പ്രകാശ് കാരാട്ട് പ്രൈവറ്റ്ലി ഡൽഹിയിലെ പാർട്ടി സർക്കിളിൽ പറയുന്നുണ്ട്, എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതായിരിക്കും ശരിക്കും ഉള്ളത്. അങ്ങനെ കാണുമ്പോൾ ചെറിയ കാര്യത്തിന് ഞാൻ ഈ ജി സുധാകരന്റെ വിഷയം തന്നെ രണ്ട് നേതാക്കൾ കൈകാര്യം ചെയ്ത് പറഞ്ഞ് നമ്മൾ നോക്കാം. ഉദാഹരണത്തിന് പാർട്ടിയുടെ ദീർഘകാല പ്രവർത്തിക്കും പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി, ഞാൻ ആ പാർട്ടിക്ക് അകത്തുള്ളത് വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തിന്റെ അകത്ത് പ്രശ്നമാണ്. പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം മാത്രമല്ല, വ്യക്തികൾ എങ്ങനെ സമൂഹത്തെ കാണുന്നു. അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞ നേതാവ് തന്നെയാണ്, അദ്ദേഹം യുവാവെന്നല്ല. പക്ഷേ അദ്ദേഹം ഏറ്റവും മര്യാദപൂർവ്വം, ഏറ്റവും മാന്യമായിട്ടാണ് ജി സുധാകരൻ വിഷയത്തിൽപ്പെട്ടത്. കാര്യം അദ്ദേഹത്തിന്റെ അഭിപ്രായം സത്യം സുധാകരനെതിരെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതാണ് എം എ ബി എടുത്ത സമീപനം. ജി സുധാകരൻ ഇതിന്റെ യുവസേന പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന തോന്നൽ ബഹുജനങ്ങളുടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം അദ്ദേഹം ഏറ്റവും മര്യാദപൂർവ്വം മാന്യമായിട്ടാണ് സംസാരിക്കുക. അതേസമയം നമ്മൾ ജി സുധാകരന്റെ ഈ റിവോൾട്ടിനെ ഇതേപോലെ അധിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തോട്, അതായത് ജി സുധാകരൻ സഹായം തോന്നാനാണ് സാധ്യത. അപ്പൊ പാർട്ടിക്കകത്ത് രണ്ട് നേതാക്കൾ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം, രണ്ടുപേരും പ്രായമുള്ള ആൾക്കാരാണ്. പക്ഷെ അതിലൊക്കെ നമ്മൾ ആന്തരികവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ഈ രാഷ്ട്രീയ സംസ്കാരം, കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ സംസ്കാരം എന്നാൽ അത് ഈ ബൂർഷ്വാ ഫ്യൂഡൽ സംസ്കാരത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംസ്കാരമാണ്, അതിനെ ഉൾക്കൊണ്ടതല്ലോ. ആ വാക്കുകളും ആ പ്രയോഗങ്ങളെയും ഉള്ളിലേക്ക് ഈ ഫ്യൂഡലിസ്റ്റിനോട് എതിർപ്പ് പറഞ്ഞ അതായത് നമ്മുടെ നാട്ടിലെ ഫ്യൂഡൽ തമ്പുരാനെ, അതായത് നമ്മുടെ ഇവിടുത്തെ ജന്മിയെ എതിർക്കുന്നത് സ്വയം ജന്മിയാവാനല്ലോ. അതായത് നമ്മുടെ എം ടിയുടെ നാലുകെട്ട് പോലെ അപ്പുണ്ണിക്ക് അവസാനം നാലുകെട്ട് പോയി അപ്പുണ്ണിയാവാനല്ല, അങ്ങനെ അപ്പുണ്ണിമാരാവാനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മിത്വം അവസാനിച്ചത് കമ്മ്യൂണിസം കൊണ്ടുവരാണ്. ഇതല്ല, ഇത് ചില ആൾക്കാരുടെ വിചാരം ജന്മിത്വം അവസാനം എനിക്ക് ജന്മിയാവാൻ വേണ്ടിയാണ്. ആ ജന്മിത്വ ബോധം ആന്തരികവൽക്കരിച്ച നേതാക്കൾ ഇതുപോലെ പറയുന്ന അത്ഭുതമില്ല. കാരണം അവരുടെ വിചാരം അവർ ജന്മിമാരാണെന്നും അവരുടെ തിരുവുള്ളത്തിന് ഒരു തരത്തിലും കേടുവരമാണ് തിരുമനസ്സുകളാണ്. അതല്ലാത്തൊരു സ്ട്രീം നേതാക്കൾ കേരളത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എം എ ബേബിയൊക്കെ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയം അത്തരം ഒരു പുതിയ കാലത്ത് എന്നുള്ളതിനേക്കാൾ ഉപയോഗിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റിന്റെ രാഷ്ട്രീയമാണ്. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അതിന്റെ കാഴ്ചപ്പാടും അതിന്റെ ഒരു സത്യസന്ധതയും അതിന്റെ ഭാഷാപരമായ അതിന്റെ രാഷ്ട്രീയ ബോധത്തെ തന്നെ അതാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഈ തീർച്ചയായിട്ടും സി പി എമ്മിന് ഈ സി പി എം പാർട്ടിക്കകത്ത് പോയ ആൾക്കാരെ വിമർശിക്കാൻ ഒരുപാട് പദാവലികൾ അവർക്ക് തന്നെയുണ്ട്. വർഗവഞ്ചകൻ തുടങ്ങി അതൊക്കെ അവർ സ്വീകാര്യമായിട്ട് അവർ തന്നെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. അതൊക്കെ എത്രമാത്രം ഡെമോക്രസിയിൽ പ്രയോജനം ഉപകാരം എന്നിരിക്കുക. പക്ഷെങ്കിലും അതിന് പകരം നമ്മൾ വളരെ മോശപ്പെട്ട ഇതേപോലെ നമുക്ക് നികൃഷ്ട ജീവി ഒരു സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ പരസ്യം അധിക്ഷേപിക്കുന്നതിൽ എന്ത് ജനാധിപത്യ ബോധമാണത്? എവിടുന്നാണ് ആ ബോധം വരുന്നത് മനുഷ്യന്? അതൊരു ജനാധിപത്യം ഇല്ല. അതിനെ കേരളത്തിൽ പല ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ആ ന്യായീകരിക്കുന്നതിൻ്റെ ഉള്ളില് ജന്മിത്വവും അടിയാള ബോധമാണ്. ഒരു സമൂഹം അംഗീകരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഒരാൾക്ക് നികൃഷ്ട ജീവിതം പരസ്യമായിട്ട് അധിക്ഷേപിക്കാൻ സാധിക്കുക? ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ എങ്ങനെയാണ് പരനാറി എന്ന് വിളിക്കാൻ പറ്റുക? ഒരു സമൂഹത്തിൽ ദീർഘകാലം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി മന്ത്രിയും എം എൽ എയും ഒക്കെ ഒരാൾ എങ്ങനെയാണ് ചെറ്റത്തരം എന്ന് പറയാൻ പറ്റുക? അതിനെ വിമർശിക്കാം, രാഷ്ട്രീയമായി തന്നെ രൂക്ഷമായി വിമർശിക്കാം. പക്ഷെ ഉപയോഗിക്കുന്ന വാക്കും അധിക്ഷേപകരമാവരുത് എന്നുള്ളത് നമ്മൾ ആർജിക്കേണ്ട ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം പ്രധാനപ്പെട്ട അത് രാഷ്ട്രീയ സംസ്കാരമാണ്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ജന്മിയാവാനല്ല, ജന്മിത്തിനെതിരെയുള്ള ഭാഷയിലൂടെ നമ്മൾ സ്വയം ആർജിക്കുന്ന സംസ്കാരമാണ്. അത് കേരളത്തിൽ എങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ താങ്കൾ പറഞ്ഞ വ്യക്തിപരമാണ്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൽ തന്നെ പലരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നത് ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ ആ ജനറേഷൻ്റെയും കൂടെ പ്രശ്നം കൂടെ അല്ലേ. അതായത് 81 വയസ്സുള്ള ഒരാൾക്ക് അങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം
രാഷ്ട്രീയം തുടങ്ങിയപ്പോൾ ഉള്ള കേട്ടു വളർന്ന വാചകങ്ങൾ. പക്ഷേ 69 ആൾക്കാർക്ക് അത്രയും തോന്നത്തില്ല. കാരണം വെച്ചാൽ അത് ഒരു വേറൊരു ജനറേഷനാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇത് ഒരു ജനറേഷണൽ പ്രോബ്ലമാണ്. അതിൽ ഞാൻ പ്രകാശ് കാരാട്ടിന്റെ കൊണ്ടുവന്ന ആ ഒരു റിഫോം, 75-ാം വയസ്സിൽ ആൾക്കാർ പാർട്ടി നേതാക്കന്മാർ സ്ഥാനങ്ങൾ ഒഴിയേണ്ടതാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അത് ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രസക്തമാകുന്നത് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളൊക്കെ പറയാറുണ്ട്, പ്രായമാകുമ്പോൾ ആൾക്കാരുടെ കടുംപിടുത്തം കൂടും എന്ന് പറയാറുണ്ട്. അതും ഉണ്ട്. ഞാൻ പലരോടും പറയാറുണ്ട്. ഇപ്പോൾ ഡൽഹി ജേർണലിസ്റ്റ് സർക്കിളിൽ ഞങ്ങൾ കേൾക്കുന്ന ഒരു വാചകമുണ്ട്, ഒരു തിയറിയുണ്ട്, ഒരു പെറ്റ് തിയറിയുണ്ട്. എന്ന് നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഭരിക്കുന്ന നേതാക്കന്മാർ ചൂടായിട്ട് സംസാരിക്കുന്നു, അതിനർത്ഥം അവർക്ക് വോട്ടർമാരുടെ ഇടയിലെ ചൂട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് അവരുടെയൊക്കെ പകരുന്നുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ചിലപ്പോൾ അങ്ങനെയാകാം. ഇതൊക്കെ ഫലം വരുമ്പോഴേ അറിയത്തുള്ളൂ. അതൊരു ജേർണലിസ്റ്റിക് ഇതാണ്. അതായത് ഒരു നേതാവ് ഭയങ്കര ചൂടായിട്ട് എപ്പോഴും ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ സമനില പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജനപിന്തുണയിൽ അദ്ദേഹത്തിന് തന്നെ സംശയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് വേറെ സംഭവം. പക്ഷെ എനിക്ക് ഏറ്റവും സീരിയസ് ആയിട്ട് തോന്നുന്നത് കായംകുളത്ത് നടന്ന ആ സ്റ്റേറ്റ്മെന്റാണ്. എനിക്ക് എൻ്റെ ആൻസിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ പരമ്പരാഗത കുടുംബ വീട് വരുന്നത് ആ കായംകുളം മണ്ഡലത്തിലാണ്. എനിക്ക് അവരെ അറിഞ്ഞുകൂടാ പേഴ്സണലി. പക്ഷേ ആ MLA ഇപ്പോൾ MLA ആയിരിക്കുന്ന ആ സ്ത്രീയുടെ കണ്ണുനീർ അത് എന്നെ വല്ലാതെ വിളിച്ചു. കാരണം വെച്ചാൽ അവരൊരു ഞാൻ കേട്ടത് അവരൊരു സിംഗിൾ മദറാണ്. മകന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് തിരിച്ച് വന്നപ്പോൾ, അല്ലെങ്കിൽ വീണ്ടും പാർട്ടി നോമിനേറ്റ് ചെയ്ത് അവരെ പറ്റി അത് ആര് പറഞ്ഞാലും, സ്വന്തം പാർട്ടിക്കാണെങ്കിലും എതിർ പാർട്ടിക്കാണ്, അത് പറഞ്ഞ രീതി, അത് എനിക്ക് തോന്നുന്നത് അത് അവർക്ക് മാത്രമല്ല, ഏത് സ്ത്രീയും, പൊതുരംഗത്ത് വരുന്ന ഏത് സ്ത്രീക്കും ആപ്റ്റാകുന്ന ഒരു സംഗതിയല്ല. നിങ്ങളുടെ രൂപവും നിങ്ങളുടെ സൗന്ദര്യം കൊണ്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നതെന്നുള്ള ആ ഒരു മനസ്ഥിതി എനിക്ക് തോന്നുന്നത് അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നിയത്. അത് നമ്മുടെ ഇടയിലുള്ള എന്താണ് ക്ലാസ് സ്ത്രീ വിരുദ്ധതയല്ലേ ദാമോദർ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയം വേണ്ട. ഇതിനു മുമ്പ് തന്നെ വേറൊരു മുസ്ലിം ലീഗിന്റെ നേതാവ് അദ്ദേഹം മുഹമ്മദ് റിയാസിനെ കുറിച്ചും ഇതുപോലെ വളരെ മോശമായ ഒരു സംഭവം, മുഹമ്മദ് റിയാസിന് വിവാഹത്തിന് ശേഷം, വീണ വിജയനെ വിവാഹത്തിന് ശേഷം ഇതുപോലെ തന്നെ പ്രസ്താവന നടത്തി. അന്ന് കേരളത്തെ പൊതുസമൂഹം പലപ്പോഴും തിരുത്താറുണ്ട് ഈ വർത്തമാനം ശരിയല്ലാന്ന്. ആ പൊതുസമൂഹവും മാധ്യമം ഉൾപ്പെടെ പൊതുസമൂഹം നടത്തിയ തിരുത്തൽ ലീഗ് ഉൾക്കൊണ്ടു എന്നുള്ളതിൻ്റെ ശ്രദ്ധേയമായ കാര്യമാണ്. ആ നേതാവ് പറഞ്ഞ നിമിഷം ആ പാർട്ടിയെ നേതാവിന് നടപടിയെടുത്തു, ആ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിന് പുറത്താക്കി. അത് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇതുപോലെ അസംബന്ധങ്ങളും വൃത്തികളും വിളിച്ചു പറയും. പക്ഷേ ഒരു സംഘടന അതിനപ്പം തിരുത്താൻ തയ്യാറാവുന്നു, ആ നേതാവ് നടപടിയെടുക്കുന്നുള്ള അതിൻ്റെ അകത്ത് ഏറ്റവും സ്തുത്യർഹമായ കാര്യം അത് ലീഗ് കാണിച്ചു. ലീഗ് രാഷ്ട്രീയത്തിൽ ഒരു മാതൃക നമുക്ക് സെറ്റ് ചെയ്തു. കാര്യം ഇതുപോലെ ഒരു സ്ത്രീക്കെതിരെ വളരെ ഇപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കായംകുളം അത്ര പ്രധാന, അവിടെ അങ്ങനെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ലീഗിന്റെ ഒരുപക്ഷെ സ്വാധീന മണ്ഡലം എന്ന് പറയുന്നത് മലബാറാണ്. മലബാറിലേക്ക് പ്രത്യേകിച്ച് പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ എങ്കിലും ലീഗ് ഏറ്റവും ശരിയായ നിലപാടെടുത്തു. കാര്യം ആ നേതാവിനെ ഉടനെ തന്നെ മറ്റ് ആലോചനകൾ നടത്താതെ തന്നെ അദ്ദേഹത്തെ പ്രാഥമിക അംഗത്തിൽ നിന്ന് നീക്കം ചെയ്തു. അത് കായംകുളത്ത് ഒരു സബ്സ്റ്റാൻഷ്യൽ ഒരു മുസ്ലിം ജനസംഖ്യ ഉണ്ട്. PK കുഞ്ഞും പഴയ ധനകാര്യമന്ത്രിയും MM ഹസനും ഒക്കെ ജയിച്ചു വന്ന ഒരു മണ്ഡലം കൂടെയാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു നീക്കം ലീഗ് എടുത്തത് വളരെ, അതുകൊണ്ട് തന്നെ ആകും എനിക്ക് തോന്നുന്നത് ലീഗാണ് 25 കാൻഡിഡേറ്റ്സിൽ 3 പേര് സ്ത്രീകളാണ് ഈ പ്രാവശ്യം. അത് വളരെ വളരെ എനിക്ക് തോന്നുന്നത് വളരെ സാവധാനമാണ്. 12% മാത്രം കൊടുക്കുന്ന ഇടതുപക്ഷവും 10% മാത്രം സ്ത്രീകളെ സ്വീകരിക്കുന്ന UDF-ഉം അതിനേക്കാളും ഒക്കെ 25-ൽ 3 എന്ന് പറയുമ്പോൾ അത് 10 എത്രയാണ്, ഏകദേശം 10-15% ആകുന്നു ആൾക്കാർ. ആ ഒരു അതിലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സിറ്റുവേഷനിൽ ലീഗാണ് വളരെ പ്രോഗ്രസീവായിട്ട് സ്ത്രീകളെ മുന്നോട്ട് നിർത്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അവരുടെ ഈ പൊതുരംഗത്തെ ഇടപെടലിൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി കാണിക്കുന്നത്. അത് എനിക്കൊന്ന് വളരെ വളരെ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് നമുക്ക് വളരെ
സ്തുത്യർഹമായിട്ട് തോന്നുന്നത്. കാരണം അതിന് പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞ 100% ശരിയാണ്. അതിൻ്റെ അകത്ത് ലീഗ് മറ്റു രാഷ്ട്രീയ പാർട്ടി വ്യത്യസ്തമായ ലീഗിന് ഈ മതസംഘടനകളായിട്ടുള്ളൊരു ബന്ധമൊക്കെ വളരെ കാര്യം. ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ചർച്ചയ്ക്ക് തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് CPM സമീപകാലത്ത് വഖഫ് ബോർഡിലേക്ക് കൊണ്ടുവന്ന CPMനോട് വളരെ ആഭിമുഖ്യം പുലർത്തുന്ന സമസ്തയുടെ നേതൃത്വ നിലയിലുള്ള മുക്ക ഫൈസി എന്ന് പറയുന്ന അവരുടെ ഒരു ഇസ്ലാമിക് സുന്നി സംഘടനയുടെ പണ്ഡിതൻ, സമസ്തയിൽ പണ്ഡിതൻ, അദ്ദേഹം CPMനോട് ആഭിമുഖ്യം പുലർത്തുകയാണെന്ന ആളാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ഈ വഖഫ് ബോർഡിലേക്ക് കൊണ്ട് CPM കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ സമീപനം എടുത്താണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൽ ജനറൽ സീറ്റ് സ്ത്രീകളെ മത്സരിപ്പിക്കരുത് എന്നാണ്. അപ്പോൾ സമസ്ത പോലെ സംഘടനയ്ക്ക് ലീഗിന് സ്വാധീനമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു മുസ്ലിം പരമ്പരാഗത സംഘടനയിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട CPMനോട് ചായ പുലർത്തുന്ന ഒരാളും കൂടിയാണ് അറിയിക്കണം. അദ്ദേഹം ഒന്ന് ലീഗിനോട് ആജ്ഞാപിക്കുക. ലീഗ് വലിയ പ്രഷറിലാണ് ആ സാമുദായിക പ്രശ്നം. എന്നിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് ഫാത്തിമ തെഹലിനെയും അതുപോലെ തന്നെ കൂത്തുപറമ്പിൽ ജയന്തിനെയും മത്സരിപ്പിക്കുന്നത് വലിയ മുന്നേറ്റം തന്നെയാണ് കാണിച്ചത്. അതും വീണ്ടും ലീഗ് തെരഞ്ഞെടുപ്പിൽ പലതും കൊണ്ടും മാതൃക സെറ്റിയാണ്. നമ്മുടെ പരമ്പരാഗത പാർട്ടികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനും പരമ്പരാഗത പാർട്ടി നിലയിൽ ലീഗ് എല്ലാവർക്കും വേറത്തിൽ മാതൃക കാണിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് അവർ രാഷ്ട്രീയ നേതാക്കളെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പിൽ നിന്ന് MK മുനീറിനെ മാറ്റി MK മുനീർ, അതുപോലെ അബ്ദുറഹ്മാൻ രണ്ടത്താണി തന്റെ പ്രതിഷേധം ഉയർത്തി. പക്ഷെ ആ പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ പറ്റി. അവർ രണ്ടുപേരും സംഘടന അടിയുറച്ചു നിന്നു. അപ്പോൾ ലീഗിന്റെ നേതൃത്വം അവരിടപെടുന്ന രീതിയൊക്കെ തന്നെ ഒരുപക്ഷെ വളരെ പുതിയൊരു കാലഘട്ട രാഷ്ട്രീയം ലീഗ് എങ്ങനെയൊക്കെയോ രീതിയിൽ വളരെ പരമ്പരാഗത പാർട്ടിയായിരിക്കും തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് മറ്റു പാർട്ടികൾക്ക് ശരിക്കും ഉൾക്കൊള്ളാവുന്നതാണ് ലീഗിന്റെ ഒരു പ്രവർത്തന രീതി. കാര്യം അവരൊരു അച്ചടക്കം, പെരുമാറ്റം, പിന്നെ മര്യാദ വിട്ട് ആ പാർട്ടി നേതാക്കൾ ഒരാളെ കുറിച്ച് അധിക്ഷേപം ഉന്നയിക്കില്ല. ഇതര പാർട്ടി നേതാക്കളെ കുറിച്ച് മര്യാദയുടെ അങ്ങനെ ആ മര്യാദ ലംഘനമാണ് ഈ കായംകുളത്ത് നടത്തുന്നതെന്നാണ് ഉടനടി നടപടി അവരെടുത്തു. അതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും കാണാവുന്ന ഒരു മാതൃകയും. അല്ല, അത് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നത് പുതിയ കാലഘട്ടത്തിലെ പൊതുസംവാദങ്ങളും. അതായത് നിങ്ങൾ പരിധി വിട്ടാൽ ഉടനെ ആക്ഷൻ ഉണ്ടാകും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പരിധി വിടത്തില്ല. അവിടെ നിന്നുള്ള സംസാരം നടക്കത്തുള്ളൂ.